നമ്മുടെ കഥാനായകനെ ഒരു ദിവസം അവയവങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ തട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്ന് അവന്റെ ഒരു കണ്ണ് മാത്രം ചൂഴ്ന്നെടുത്ത് അവനെ അവർ ജീവനോടെ വിട്ടയക്കുന്നു. അങ്ങനെ തിരിച്ചു കിട്ടിയ ഈ ഒരു ജീവിതം വീണ്ടും പടുത്തുയർത്താനായി ആ പയ്യൻ ശ്രമിക്കുന്ന സമയമാണ് അവന് യാദൃശ്ചികമായി പല കൊലപാതകങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടെന്നാൽ അവന്റെ ചൂഴ്ന്നെടുത്ത കണ്ണ് ഒരു സീരിയൽ കില്ലറിനാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അയാൾ നടത്തുന്ന കൊലപാതകങ്ങൾ ഇവനും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു. തുടർന്ന് ആ കൊലപാതകിയെ കണ്ടെത്തി അയാളെ കൊലപാതകങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയാനായി ഇവൻ നടത്തുന്ന ശ്രമങ്ങളും ഇവൻ അതിന് കഴിഞ്ഞോ ഇല്ലയോ എന്നതെല്ലാം ഓരോ നിമിഷവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2022 റിലീസായ കണക്ട് എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ട്രസ്റ്റ് മീ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥ തുടങ്ങുന്നത് പാതിരാത്രിയോടടുത്ത സമയത്ത് നമ്മുടെ കഥാനായകനായ ഡോങ്സു ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ തനിയെ നടക്കുന്നിടത്താണ്. അവൻ അങ്ങനെ തനിയെ നടക്കുമ്പോൾ ഒരു കാർ ആളൊഴിഞ്ഞ ആ തെരുവിൽ അവന്റെ മുന്നിലായി വന്ന് നിൽക്കുന്നു. കാറിന്റെ ഡോറ് തുറന്ന ഒരാൾ അവനോട് നിനക്ക് നല്ല കാഴ്ച ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു കത്തി കാട്ടി ഇവനെ ഏതാണ്ട് പേടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന അയാൾ ഇവന്റെ കണ്ണിനെ പറ്റി പുകഴ്ത്തി സംസാരിക്കുന്നു. ആ സമയം അയാളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ഡോങ്സുവിനെ ബലമായി വണ്ടിക്കകത്ത് കയറ്റി തട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ അവൻ കണ്ണു തുറക്കുമ്പോൾ അവനുള്ളത് ഏതാണ്ട് ക്ലിനിക്ക് പോലെയുള്ള ഒരു സ്ഥലത്താണ്. കൂടെ ഒരു ഡോക്ടറും ഉണ്ട്. ഡോങ്സു ബോധത്തിലായിരുന്നില്ല. അവൻ അൺകോൺഷ്യസ് ആയിട്ടാണുള്ളതെങ്കിലും അവൻ എന്തൊക്കെയോ കാണാനും അറിയാനും സാധിക്കുന്നുണ്ട്. ആ സമയം അടുത്ത് നിൽക്കുന്ന ഡോക്ടർ അവന്റെ ശരീരാവയവങ്ങൾ കട്ട് ചെയ്യാനായി തുടങ്ങുന്നു. അവൻ അതെല്ലാം ആ ഒരു അവസ്ഥയിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഡോക്ടർ അവന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു. ഈ സമയം ഡോക്ടർ ഒരാവശ്യത്തിന് അല്പം മാറുന്ന സമയത്ത് ഡോങ്സുവിന് അവന്റെ ശരീരത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് കാണാം. ശരീരത്ത് നിന്ന് ടെന്റക്കിൾസ് വന്ന് തനിയെ മുറിവുകൾ ഹീൽ ചെയ്യുന്നു. അവൻ എഴുന്നേറ്റ് ചൂഴ്ന്നു വെച്ചിരിക്കുന്ന അവന്റെ ഒരു കണ്ണെടുത്ത് ആ കണ്ണിന്റെ ഭാഗത്ത് വെക്കുമ്പോൾ ടെന്റക്കിൾസ് വന്ന് അത് കറക്റ്റായി ഫിക്സ് ചെയ്യാണ്. മറ്റേ കണ്ണ് അവൻ എടുക്കാൻ സാധിക്കും മുന്നേ ഇവൻ ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് ചെയ്യുന്നത് കണ്ട് ആ ഡോക്ടർ ശബ്ദമുണ്ടാക്കുകയും തുടർന്ന് ഇവന് രണ്ടാമത്തെ കണ്ണ് തിരിച്ചെടുത്ത് വെക്കാൻ സാധിക്കും മുന്നേ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടിയും വരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കുറെ മാസങ്ങൾക്ക് ശേഷമാണ്. അന്ന് രാവിലെ സിറ്റിയിൽ ആളുകളെല്ലാം ഒരു പ്രത്യേകതരം സ്റ്റാച്ചു നിൽക്കുന്നത് ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം വരെ ഈ സ്റ്റാച്ചു ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് മനസ്സിലാവാതെ അവരെല്ലാം അത് നോക്കി നിൽക്കുന്നു. ഈ ടൈം ആ സ്റ്റാച്ചുവിൽ നിന്ന് രക്തം തുള്ളി തുള്ളിയായി വീഴുന്നുണ്ടായിരുന്നു. അത് കാണുന്ന ആളുകൾക്ക് ഇത് വെറും സ്റ്റാച്ചു അല്ല എന്ന് മനസ്സിലാകുന്നു. തുടർന്ന് പോലീസ് അവിടേക്ക് എത്തി പരിശോധിക്കുമ്പോൾ അത് ഒരു പ്രതിമയെ അല്ല, അത് യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യനെ പ്രതിമ പോലെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നാണ് കണ്ടെത്തുന്നത്. ആ ഒരു ബോഡി പരിശോധിക്കുമ്പോൾ അതിലൊരു പ്രത്യേക ചിഹ്നം പോലീസുകാർ കാണുന്നു. ആ ചിഹ്നം എന്താണെന്ന് അങ്ങനെ വിവരിക്കാൻ സാധിക്കുന്നില്ല. ഇംഗ്ലീഷ് ആൽഫബറ്റുകളായ പിയും എല്ലും ചേർത്തെഴുതിയിരിക്കുന്ന പോലെയാണുള്ളത്. ഇനി ഇത് ഒരു പക്ഷേ ഈ ഒരു ശില്പം പോലെ ഈ പെണ്ണിന്റെ മൃതദേഹത്തെ ആക്കിയെടുത്ത ആ കൊലയാളിയുടെ സിഗ്നേച്ചർ ആയിരിക്കുമോ എന്നാണ്. എന്തായാലും ഇതേ ടീം നമ്മുടെ കഥാനായകനായ ഡോങ്സുവിനെ നമ്മൾ കാണുന്നു. അവൻ ഗിറ്റാർ വായിക്കുകയാണ്. അവന്റെ ഒരു കണ്ണിൽ ഐ പാച്ച് ധരിച്ചിട്ടുണ്ട്. ആ കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടതാണല്ലോ. അവൻ അങ്ങനെ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണിന്റെ അവിടെ അവന് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു. അവൻ ആകെപ്പാടെ അസ്വസ്ഥനായി അവന്റെ മുഖത്തിപ്പോൾ അവശേഷിക്കുന്ന ആ ഒരു ഇടത്തെ കണ്ണ് അടയ്ക്കുന്ന സമയത്ത് അവന് കണ്ണില്ലാത്ത ആ വലത്തു ഭാഗത്ത് എന്തോ ഒന്ന് കാണാനായി സാധിക്കുന്നുണ്ട്. അത് മറ്റാരോ കാണുന്ന ഒരു കാഴ്ച പോലെ ഉണ്ടായിരുന്നു. അതിൽ ജ്യോതിഷപരമായ എന്തോ ഒരു കാര്യങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കുന്നു. ഒപ്പം തന്നെ പിയും എല്ലും ചേർത്തെഴുതുന്ന ആ ഒരു സിംബലുമുണ്ട്. കൂടാതെ കുറെ സ്കെച്ചുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇരിക്കുന്നത് കാണുന്ന ഇവന് എന്താണിതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിലും ഒരു പക്ഷേ ഇത് തന്റെ നഷ്ടപ്പെട്ട കണ്ണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന അയാൾ കാണുന്ന കാഴ്ചകളാകാമെന്ന് തോന്നലുണ്ടാകുന്നു. അവൻ അധികം നേരം ആ ഒരു വിഷ്വല് കാണാൻ സാധിക്കും മുന്നേ ആ കണ്ണിന്റെ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ആൾ അയാളുടെ കണ്ണിലേക്ക് ഐ ഡ്രോപ്പ് ഒഴിക്കുന്നതും ഇവനുമായുള്ള ആ ഒരു വിഷന്റെ കണക്ഷൻ നഷ്ടപ്പെടുകയാണ്. ഇതേ സമയം ഇപ്പോൾ കണ്ടെത്തിയ ആ ഒരു പ്രതിമ കൊലപാതകത്തിന്റെ കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ് പാർക്കും ഡിറ്റക്റ്റീവ് ചോയും ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഒരു ലേഡിയെ കൊന്ന് അവരെ പ്രതിമ പോലെ ആക്കാനായി അവരുടെ ശരീരം റെസിനില് മുക്കിയെടുത്തിരിക്കുന്നു. എവിടെ നിന്നാണ് ഇത് വാങ്ങിയത് എന്ന കാര്യം കണ്ടെത്തിയാൽ ഒരു പക്ഷേ പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ഡോങ്സു അവൻ ജോലി ചെയ്യുന്ന ജങ്ക് യാർഡിൽ നിൽക്കുന്ന സമയം അവന്റെ മുതലാളിയെ കാണുന്നില്ല. അവൻ അദ്ദേഹത്തെ തിരക്കി നടക്കുമ്പോൾ ആ വൃദ്ധനെ ചില ഹൈസ്കൂൾ സ്റ്റുഡൻസ് ചുമ്മാ ഉപദ്രവിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് അവൻ അദ്ദേഹത്തെ രക്ഷിക്കാനായി അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പിള്ളേര് ഡോങ്സുവിന്റെ മെക്കിട്ട് കയറുന്നു. അവനെ അടിക്കാനും ഭീഷണിപ്പെടുത്താനും തുടങ്ങുന്നു. അവർ ഡോങ്സുവിന് നേരെ കത്തി വീശുന്നു. ഈ സമയം ഡോങ്സുവിന്റെ ഒരു കാ
അറ്റുപോവാണ്. ഇത് കണ്ട് ആ പയ്യന്മാർ അവിടെ നിന്ന് ഓടുന്നു. ഈ സമയം ഡോങ്സുവിന്റെ മുറിഞ്ഞ കാതിന്റെ അവിടെ നിന്ന് ടെൻഡക്കിൾസ് എത്തി അവന്റെ മുറിഞ്ഞുപോയ കാത് ശരീരത്തോട് ചേർത്ത് വെക്കുന്നു. അങ്ങനെ അവന്റെ കാതുകൾ പഴയ രൂപത്തിലാകുന്നു. ഇതേ സമയം ഡോങ്സുവിനെ അന്ന് തട്ടിക്കൊണ്ടുപോയി അവയവങ്ങൾ എടുക്കാനായി ശ്രമിച്ച് അവന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുത്ത ആ ഒരു ഗ്യാങ് ഇപ്പോഴും അവനെ തിരക്കി നടക്കുകയാണ്. ഡോങ്സു എവിടെയാണുള്ളതെന്ന് അവർക്കറിയില്ല. അവനുവേണ്ടി അവർ അന്വേഷണം ഊർജിതമാക്കുന്നു. കാരണം ഇവർ ഇങ്ങനെ തട്ടിക്കൊണ്ടുവന്ന് അവയവങ്ങൾ എടുത്ത ആരും തന്നെ ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. ആദ്യമായി ഡോങ്സു ആണ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇതേസമയം ഡോങ്സു പിന്നീട് അവന്റെ താമസ സ്ഥലത്ത് വളരെ അസ്വസ്ഥനായി ഇരിക്കുകയാണ്. മനസ്സൊന്ന് ശാന്തമാക്കാനായി അവൻ ഗിറ്റാർ എടുത്ത് മ്യൂസിക് വായിക്കാനായി ശ്രമിക്കുന്നു. പക്ഷെ അവന് എന്തോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ചാനലിൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ കോറസ് അവൻ പതിയെ സ്ലോ മോഷനിലിട്ട് കേൾക്കുകയാണ്. ഈ സമയത്ത് ഡോങ്സുവിന്റെ ആ ഒരു ചൂടുന്നെടുത്ത കണ്ണിപ്പോൾ ശരീരത്തുള്ള അയാൾ ഇതേ പാട്ട് അയാളുടെ സ്ഥലത്തിരുന്ന് കേൾക്കുന്നു. പെട്ടെന്ന് ഡോങ്സുവിന്റെ കണ്ണുകളിൽ വേദന അനുഭവപ്പെടുന്നു. അവന് വീണ്ടും അയാൾ ഇതേ പാട്ട് കേൾക്കുന്നതും അയാൾ കാണുന്നതുമായ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് വല്ലാത്ത ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഡോങ്സു അവന്റെ കണ്ണ് ചൂടുന്നെടുക്കപ്പെട്ട അതേ സ്ഥലത്തേക്ക് പോകാനും അവന്റെ കണ്ണ് ആർക്കാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാനും ഒക്കെ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഡോങ്സുവിനെ കാണുന്ന അവയവക്കടത്ത് സംഘത്തിലെ ഒരാൾ അവനെ തിരിച്ചറിയുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ഡോങ്സുവിനെ പിടിക്കാനായി ശ്രമിക്കുമ്പോൾ അവൻ രക്ഷപ്പെടാനായി ഓടുന്നു. അവർ പിന്തുടർന്ന് ഓടിയെത്തുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ചേസ് നടക്കാണ്. ഈ സമയം നമ്മുടെ കഥാനായികയായ യൂറാങ് ഈ ചേസ് കാണുന്നു. യൂറാങ് ഒരു വെബ് നോവലിസ്റ്റ് ആണ്. ഒപ്പം തന്നെ കണക്ട് എന്ന ഒരു അർബൻ ലെജൻഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു പെൺകുട്ടിയും കൂടിയാണ് അവൾ. ഈ കണക്ട് എന്താണെന്നുള്ളത് നമുക്ക് കഥ പുരോഗമിക്കുന്നതിനനുസരിച്ച് ആഴത്തിൽ മനസ്സിലാക്കാം. എന്തായാലും ഡോങ്സുവിനെ കണ്ട് സംശയം തോന്നുന്ന അവൾ അവനെ ചേസ് ചെയ്യുന്നവരെയും പിന്തുടരുന്നു. അങ്ങനെ ഡോങ്സു അവനെ ചേസ് ചെയ്തെത്തുന്ന ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന സമയം യൂറാങ് അവനെ സേഫായി മാറ്റാനായി ശ്രമിക്കുന്നു. ഇവൾ ആരാണ് എന്ന് മനസ്സിലാവാത്ത അവൻ ഇവളും തന്നെ പിന്തുടർന്നെത്തിയ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണെന്നും തന്നെ കാട്ടിക്കൊടുക്കാനായിട്ടാണ് ഇവൾ ശ്രമിക്കുന്നതെന്നും കരുതുന്നു. പക്ഷെ അവൾ ഒന്നും വിശദീകരിക്കാൻ നിൽക്കാതെ കയ്യിൽ നിന്ന് ഒരു ചെറിയ കത്തിയെടുത്ത് അവന്റെ മുട്ടിൽ ഒരു മുറിവേൽപ്പിക്കുകയാണ്. ഈ സമയം അവന്റെ മുറിവിൽ നിന്ന് രക്തം വരുന്നതും ഒപ്പം തന്നെ ടെൻഡക്കിൾസ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് മുളച്ചെത്തി അവന്റെ മുറിവുകളെ വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്തുന്നു. അവിടെ മുറിവിന്റെ ഒരു പാട് പോലും ഇല്ലാത്ത രീതിയിൽ അതങ്ങ് മാറുകയാണ്. അവൾ ഇത് കണ്ട് ആകെപ്പാടെ ഷോക്കാവുന്നു. ഈ സമയം ഇങ്ങോട്ടേക്ക് ആ ഗുണ്ടകൾ ഓടിയെത്തുന്ന ശബ്ദം കേൾക്കുന്ന ഡോങ്സു ഓടാനായി ശ്രമിക്കുമ്പോൾ യൂറാങ് അവനെ പിടിച്ച് തള്ളാണ്. അവൻ അവിടെ വീണ് കാലിന്റെ അസ്ഥി പൊട്ടുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം തന്നെ അതും പെട്ടെന്ന് ഹീലായി അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ജിൻ സിയോ എന്ന ഒരാളെയാണ്. അയാളുടെ ഒരു സ്കെച്ച് ബുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ നാട്ടിൽ കണ്ട ആ ഒരു പ്രതിമ കൊലപാതകത്തിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഇയാൾ ആ ഒരു കേസ് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ് ആണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട. ഇയാളാണ് ആ ഒരു കൊലപാതകി. ഇയാൾ കൊലപാതകി മാത്രമല്ല, ഡോങ്സുവിന്റെ നഷ്ടപ്പെട്ട ആ ഒരു കണ്ണിന്റെ ഉടമ ഇപ്പോൾ ഇയാളാണ്. അയാൾ ഇപ്പോൾ പുതിയൊരു മൃതദേഹം അയാളുടെ വർക്ക് സ്റ്റേഷനിൽ വെച്ച് അതിനെ മറ്റൊരു പ്രതിമയാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം ലിസ എന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ജോലിക്ക് പോകുന്ന ടൈം യാത്രക്കിടയിൽ അവൾ ഡോങ്സു കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കേട്ട ആ പാട്ടിലെ അതേ പാട്ട് കേൾക്കുന്നു. അങ്ങനെ അവൾ ബസ് ഇറങ്ങി അവളുടെ ജോലി സ്ഥലത്തിന് മുന്നിലെത്തുമ്പോഴാണ് അവിടെ ഒരു പ്രതിമയെ കാണുന്നത്. ആളുകൾ അത് കണ്ട് തടിച്ചുകൂടി നിൽക്കുന്നു. ഇതും മുന്നത്തെ പോലെ സാധാരണ പ്രതിമയല്ല, കൊല ചെയ്ത് പ്രതിമ പോലെ ഒരാളെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത്തവണ ഒരു ചെറിയ കുട്ടിയായിരുന്നു ആ ഒരു കൊലപാതകിയുടെ ഇരയായത്. ഈ ബോഡിയിലും കൊലപാതകിയുടെ സിഗ്നേച്ചറായ PL എന്ന ആ വാക്കുള്ളത് ഡിറ്റക്റ്റീവ് ചോയ് നോട്ടീസ് ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് ലിസ കമ്പനിക്കകത്തേക്ക് കയറി പോകുന്നു. അവളുടെ സഹപ്രവർത്തകനാണ് മുന്നേ നമ്മൾ കണ്ട ജിൻസിയോപ്പ്, ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള മാന്യനായ കൊലയാളി. ലിസയ്ക്ക് ജിൻസിയോപ്പിനോട് ഒരു ക്രഷ് ഉണ്ട്. പക്ഷെ ഇയാൾ വളരെ സൈലന്റ് ആയ മാന്യനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവൾ അയാളുടെ പുറകെ നടക്കുന്നു. പെട്ടെന്ന് അയാളോട് എന്ത് സംസാരിക്കണമെന്നറിയാതെ അവൾ മുന്നേ കേട്ടുകൊണ്ടിരുന്ന ആ പാട്ട് മൂളുകയാണ്. അവൾ ആ പാട്ട് പാടിയ ഉടനെ അവളുടെ അടുത്തുള്ള ജിൻസിയോപ്പിന് കണ്ണിൽ വല്ലാത്ത വേദന എടുക്കുന്നു. ഇതേ സമയം നഷ്ടപ്പെട്ട കണ്ണിന്റെ അവിടെ ഡോങ്സുവിനും വേദന എടുക്കുന്നുണ്ട്. ഉടനെ തന്നെ ജിന്നിന് കാണാൻ കഴിയുന്ന കാഴ്ചകളെല്ലാം ഡോങ്ങിനും കാണാൻ സാധിക്കുന്നു. ഡോങ്സുവിന് വളരെയേറെ ഇഷ്ടപ്പെട്ട അവന്റെ ആശ്രയമായ ആ ഒരു പാട്ടാണ് ഇപ്പോൾ കണക്ഷനായി പ്രവർത്തിക്കുന്നത്. ആ പാട്ട് കേട്ടതുകൊണ്ടാണ് ടെലിപ്പത്തി
ടെലപ്പാത്തിക് പവറിലൂടെ ജിന്നിന്റെ കാഴ്ചകൾ ഡോങ്ങിന് കാണാൻ സാധിക്കുന്നത്. അവൻ അതുകൊണ്ട് തന്നെ ജിന്നിന്റെ മുന്നിൽ നിൽക്കുന്ന ലിസയെ കാണുന്നു. അങ്ങനെ പിന്നീട് ജിന്നിന്റെ സ്കെച്ച് ബുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കുന്ന ഡോങ് ആ സ്കെച്ച് ബുക്കിലെ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ആ ഒരു വാക്കിനെ പറ്റി നെറ്റിൽ സെർച്ച് ചെയ്യുന്ന അവന് റീസെന്റ് ആയി നടന്ന കൊലപാതകങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. മൃതദേഹത്തെ പ്രതിമ പോലെ ആക്കി മാറ്റുന്നു എന്ന് മനസ്സിലാക്കുന്ന അവന് ഇപ്പോൾ കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുടെ കയ്യിലാണ് തന്റെ കണ്ണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഞെട്ടലോടെ ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഡോങ് അടുത്ത ദിവസം ഒട്ടും സമയം കളയാതെ കഴിഞ്ഞ ദിവസം വിഷനിലൂടെ അവൻ കണ്ട ആ ഒരു ഓഫീസ് പരിസരത്ത് ചെല്ലുന്നു. അവിടെ വിഷനിൽ അവൻ കണ്ട ലിസ എന്ന പെണ്ണിനെയും കാണുന്നു. പക്ഷെ അവളോട് ഇവൻ കഴിഞ്ഞ ദിവസം ഇവൾ സംസാരിച്ച ആളിനെ പറ്റി ചോദിക്കാനായി ശ്രമിക്കുമ്പോൾ ഇവൻ ഏതോ ഒരു അലവലാതിയാണ് എന്ന് കരുതുന്ന അവൻ ഉത്തരം കൊടുക്കാതെ അവോയ്ഡ് ചെയ്തു പോകുന്നു. ഇനിയിപ്പോൾ ആരോട് ആ കൊലപാതകയെ പറ്റി ചോദിക്കുമെന്ന് മനസ്സിലാവാതെ നിൽക്കുന്ന ഡോങ് ആദ്യം വിഷനിൽ കണ്ട ആ ഒരു PL സൈനിനെ പറ്റിയും ആസ്ട്രോളജിയെ പറ്റിയും കണക്ട് ചെയ്ത് അന്വേഷിക്കാൻ തീരുമാനിച്ച് ഒരു ജ്യോതിഷിയുടെ അടുത്ത് ചെല്ലുന്നു. PL എന്നത് ജ്യോതിഷ സംബന്ധമായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന അവൻ ഇപ്പോൾ നടന്ന 2 കൊലപാതകങ്ങളുടെയും ഡേറ്റ് ജ്യോതിഷവുമായി എന്തെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആണോ എന്ന് ചോദിക്കുന്നു. കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ജ്യോതിഷി ഇതേ ഡേറ്റുമായി അടുത്ത കണക്ഷനിൽ വരുന്ന മറ്റൊരു ഡേറ്റ് പറയുമ്പോൾ ആ ഡേറ്റിൽ കൊലപാതകം നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഡോങ് സു മനസ്സിലാക്കുന്നു. ആ ഡേറ്റ് അടുത്ത ദിവസമാണ്. അപ്പോൾ അടുത്ത ദിവസം നടക്കുന്ന കൊലപാതകം തടയണമെങ്കിൽ തനിക്കധികം സമയമില്ല. പക്ഷെ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങുമെന്ന് മനസ്സിലാവാതെ ഡോങ് സു ആകെ ടെൻഷൻ ആകുന്നു. ഇതേ സമയം ലിസ അവളുടെ ക്രഷായ ജിന്നിന്റെ താമസ സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് ജിന്നുമായി അവൾ വളരെ ക്ലോസ് ആവുകയാണ്. അതിനുശേഷം ജിൻ കുളിക്കാനായി വാഷ്റൂമിൽ പോകുന്ന സമയം ആ വീടെല്ലാം ഒന്ന് ചുറ്റി നടന്ന് കാണുന്ന ലിസ അവിടെ ജിന്നിന്റെ സ്കെച്ച് ബുക്ക് കാണുന്നു. വളരെ കൗതുകത്തിൽ അത് തുറന്നു നോക്കുന്ന ലിസ ആകെ ഷോക്കാവാണ്. കാരണം അതിൽ അവൾ മുന്നേ നടന്ന കൊലപാതകങ്ങളുടെ ഡീറ്റെയിൽസ് ജിൻ എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നു. തന്റെ ക്രഷ് ഒരു കൊടും കൊലയാളിയാണെന്ന കാര്യം അവളെ ഞെട്ടിക്കുന്നു. അങ്ങനെ ഡോങ്ങിനൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത ദിവസം അവൻ കണക്ക് കൂട്ടിയതുപോലെ തന്നെ ഒരു കൊലപാതകം കൂടി നടന്ന് സ്റ്റാച്ചു കണക്കെ ആ മൃതദേഹം സ്റ്റഫ് ചെയ്ത് വെക്കപ്പെടുന്നു. ആ ഒരു വാർത്ത അറിഞ്ഞ് മൃതദേഹത്തിന്റെ അവിടെ ആളുകൾ കൂടുന്ന സമയം അവിടേക്ക് ഡോങ്ങും എത്തുന്നുണ്ട്. ഡോങ്ങിനെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു അവയവ കടത്തുകാരും എത്തുന്നുണ്ട്. അവർ ഡോങ്ങിനെ കണ്ട് അവനെ പിടിക്കാനായി ചേസ് ചെയ്യുന്നു. ഡോങ് അവരുടെ പിടിയിലാകുന്നുണ്ടെങ്കിലും ആ സമയം അവിടേക്ക് എത്തുന്ന യൂറ അവരിൽ നിന്ന് ഡോങ്ങിനെ രക്ഷപ്പെടുത്തുന്നു. യൂറ ഡോങ്ങിനോട് സംസാരിക്കുന്നു. അവൾ ഡോങ്ങിനെ പോലെയുള്ള കണക്റ്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിക്കുന്ന ഒരാളാണ്. കണക്ട് എന്ന് വെച്ചാൽ ശരീരഭാഗം മുറിവേറ്റാലോ വേർപെട്ടു പോയാലോ ഒക്കെ അത് തിരിച്ച് റീജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന സൂപ്പർ നാച്ചുറൽ പവറുള്ള ഹ്യൂമൻസിനെ വിളിക്കുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ ഈ കണക്റ്റുകൾ ഇമ്മോർട്ടൽ പവർ ഉള്ളവരാണ്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് യൂറയും ഡോങ്സും വേർപിരിയുന്നതിന് മുന്നേ പരസ്പരം നമ്പറുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇതേ സമയം തന്റെ ഒരു കൊളീഗിനോട് ജിന്നിനെ പറ്റി കണ്ടെത്തിയ കാര്യങ്ങൾ ലിസ പറയുന്നു. പിന്നീട് അവൾ ജിന്നിനെ ചെന്ന് കണ്ട് പ്രൈവറ്റായി സംസാരിക്കണമെന്ന് പറഞ്ഞു അവനുമായി റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. ഈ സമയം ഇവരെ പിന്തുടർന്ന് ലിസ സംസാരിച്ച ആ കൊളീഗും എത്തുന്നുണ്ട്. അയാൾ മറിഞ്ഞിരിക്കുമ്പോൾ ലിസ ജിന്നിനോട് അവൻ കൊലയാളിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവനെ പറ്റി അവൾ പറയുമ്പോൾ അവിടെ മറിഞ്ഞിരുന്ന കൊളീഗിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ മറ്റൊരാളും കൂടി ഉണ്ട്. ഇവർ പ്ലാൻ ചെയ്ത് തന്നെ കൊടുക്കാൻ നോക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ജിൻ ലിസയെ അടിച്ചിടുന്നു. ഇത് കണ്ട് ആ കൊളീഗ് എത്തി ലിസയെ രക്ഷിക്കാനായി നോക്കുമ്പോൾ അയാൾക്കും ജിന്നിനും ഇടയിൽ ഫൈറ്റ് നടക്കുകയാണ്. അയാളെ ജിൻ ഇപ്പോൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് തള്ളിയിടുമെന്ന അവസ്ഥയാകുന്നു. ആ സമയം തറയിൽ വീണ് കിടക്കുന്ന ലിസയുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. അതിൽ ആ ഒരു പാട്ടാണ് റിംഗ് ട്യൂണായി ഇട്ടിരിക്കുന്നത്. അത് കേട്ടപാടെ ജിന്നും അസ്വസ്ഥനാകുന്നു. ഒപ്പം തന്നെ ഡോങ്ങിനും ഇവിടുത്തെ വിഷ്വൽസ് കാണാനായി സാധിക്കുന്നു. ജിൻ സത്യങ്ങൾ മനസ്സിലാക്കിയ ആ കൊളീഗിനെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ശേഷം ലിസയെയും കൊല്ലുകയാണ്. അവൻ ഈ 2 കൊലപാതകങ്ങൾ ഒന്നിച്ച് നിമിഷ നേരത്തിൽ ചെയ്തത് അടുത്തില്ലെങ്കിലും ഡോങ്സു എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡോങ്സു ആകെ അസ്വസ്ഥനാകുന്നു. ഡോങ്ങിന് ആ കൊല നടന്ന പരിസരവും കൊല്ലപ്പെട്ടവരുടെ മുഖവും ഒപ്പം തന്നെ കൊലയാളി ധരിച്ചിരുന്ന കോട്ട് മാത്രമേ കാണാനായി സാധിച്ചിട്ടുള്ളൂ. കൊലയാളിയുടെ മുഖം അവൻ അപ്പോഴും കാണാൻ സാധിക്കില്ലല്ലോ. എങ്കിലും അവൻ ആ സംഭവ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഈ കൊലപാതക വിവരം അറിഞ്ഞ് അവിടേക്ക് പോലീസൊക്കെ തടിച്ചുകൂടുന്നു. ആളുകൾ പരിഭ്രാന്തരാകുന്നു. കാരണം 2 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. സമയം കളയാനില്ലാതെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഡോങ് വേഗം തന്നെ അവൻ കണ്ട ആ കോട്ടിന്റെ ഡീറ്റെയിൽസ് വെച്ച് കൊലയാളിയെ കണ്ടെത്താനായി ശ്രമിക്കുന്നു. അങ്ങനെ ഡോങ് ആ കോട്ട് പിടിച്ചുകൊണ്ട് ഒരാൾ പോകുന്നത് കാണുന്നു. മുഖം കാണുന്നില്ലെങ്കിലും അയാളെ പിന്തുടർന്ന് ഡോങ് ഒരു വാഷ്റൂമിനകത്തേക്ക് ചെല്ലുന്നു. അത് ജിൻസിയോപ്പാണ്. ജിൻസിയോപ്പിനെ ഡോങ് പിടിച്ചു എന്ന അവസ്ഥയാകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവിടേക്ക് എത്തുന്ന പോലീസുകാർ ഡോങ് സുവിനെയാണ് പിടിക്കുന്നത്. കാരണം ഡോങ് സു ഈ ബിൽഡിംഗിൽ ഇങ്ങനെ വരുന്നതും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് നടക്കുന്നതും പരിഭ്രാന്തി കാണിക്കുന്നതുമൊക്കെ CCTV വഴി പോലീസുകാർ കണ്ടിരുന്നു. ഈ ബിൽഡിംഗിലെ ഒരു ജോലിക്കാരനല്ലാത്ത ഡോങ് ഇപ്പോൾ എന്തിനിവിടെ വന്നു തുടങ്ങിയ സംശയങ്ങൾ തോന്നുന്ന അവർ ഇവനാണ് കൊലയാളി എന്നോർത്ത് അവനെ അറസ്റ്റ് ചെയ്യാനായി ശ്രമിക്കുന്നു. ഈ സമയം ഞാനല്ല കൊലയാളി, യഥാർത്ഥ കൊലയാളി അകത്തുണ്ടെന്നെല്ലാം ഡോങ് സു പറയുന്നുണ്ടെങ്കിലും പോലീസുകാർ അത് മൈൻഡ് ആക്കുന്നേയില്ല. പക്ഷേ ഡോങ് സുവിനെ അവർക്ക് പൂർണ്ണമായും പിടിച്ചുകൊണ്ടുപോകാൻ സാധിക്കും മുന്നേ
അവിടേക്ക് വീണ്ടും യൂറി എത്തുകയും ഡോങ്സുവിനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതേ സമയം ജിൻ എങ്ങനെയാണ് ഒരാള് തന്നെ കണ്ടെത്തിയത്, അയാൾക്ക് എങ്ങനെയാണ് താൻ ചെയ്ത കൊലപാതകങ്ങൾ ഇങ്ങനെ ആക്യുറേറ്റ് ആയി മനസ്സിലായത് എന്നെല്ലാം ചിന്തിക്കുകയാണ്. ലിസ കണ്ടെത്തിയത് വീട്ടിലെത്തി സ്കെച്ച് ബുക്ക് കണ്ടപ്പോഴാണ്. പക്ഷേ താൻ ആദ്യമായി കാണുന്ന ആ ഒരു അജ്ഞാതൻ, അതായത് നമ്മുടെ ഡോങ്സു എങ്ങനെ ഈ കാര്യങ്ങൾ കണ്ടെത്തിയെന്ന് ജിൻ ആലോചിക്കുന്നു. അവനൊന്നും പക്ഷെ പിടി കിട്ടുന്നില്ല. ആ സമയത്താണ് വീണ്ടും ആ പാട്ട് കേൾക്കുന്ന അവന് കണ്ണിൽ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നത്. അപ്പോഴാണ് ജിന്നിന് മനസ്സിലാകുന്നത് ഈ പാട്ട് മൂലം തന്റെ കണ്ണ് അതിന്റെ യഥാർത്ഥ ഉടമയുമായി കണക്ട് ആയി അയാൾക്ക് താൻ കാണുന്ന ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണെന്ന്. ഇതേ സമയം യൂറിയെ തന്റെ താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡോങ്സു കാര്യങ്ങൾ വിവരിക്കുന്നു. തന്റെ ശരീരത്തുള്ള ആ ഒരു പ്രത്യേക പവർ ആദ്യമായി കുട്ടിക്കാലത്താണ് എക്സ്പീരിയൻസ് ചെയ്തത്. അന്ന് ഞാൻ കൂട്ടുകാരുടെ കൂടെ കളിക്കുന്ന സമയം ഉയരമുള്ള ഒരു മരത്തിൽ നിന്ന് വീണ് എന്റെ കാലിന്റെ എല്ലുകൾ എല്ലാം ഒടിഞ്ഞിരുന്നു. പക്ഷെ ഞൊടിയിടയിൽ തന്നെ അവ പഴയ രൂപത്തിൽ പൂർണ്ണ ആരോഗ്യമുള്ള കാലുകളായി മാറി. അത് കണ്ട് എന്റെ കൂട്ടുകാർ ഞാൻ ഒരു മോൺസ്റ്റർ ആണെന്ന് കുറ്റപ്പെടുത്തി. എന്റെ വീട്ടുകാർ പോലും എന്നെ പേടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്റെ ശരീരത്ത് എന്ത് മുറിവുകളോ ഒടിവുകളോ ചതവുകളോ സംഭവിച്ചാലും ഞൊടിയിടയിൽ അത് ശരിയാവും. അതെ, ഞാനൊരു കണക്റ്റ് ആണെന്ന് ഡോങ്സു യൂറിയുടെ അടുത്ത് സമ്മതിക്കുന്നു. അന്ന് ഡോങ്സുവിനെ അവയവങ്ങൾ എടുക്കാനായി ആ ഒരു ഗ്യാങ് തട്ടിക്കൊണ്ടുപോയ ദിവസം എന്റെ ശരീരം ഇഞ്ചിഞ്ചായി വെട്ടിയെടുക്കപ്പെട്ടു. എന്റെ കണ്ണുകൾ രണ്ടും ചൂഴ്ന്നെടുക്കപ്പെട്ടു. പക്ഷെ എന്റെ ശരീരം പഴയ രൂപത്തിലാവുകയും എന്റെ ഒരു കണ്ണ് തിരിച്ചു നേടാൻ സാധിക്കുകയും എനിക്ക് ചെയ്തു. മറ്റു കണ്ണ് തിരിച്ചെടുക്കാൻ സാധിക്കും മുന്നേ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു. അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ട ആ ഒരു കണ്ണ് പിന്നീട് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അയാളാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിമ കൊലപാതകങ്ങൾ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആ നഷ്ടപ്പെട്ട കണ്ണിലൂടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് ഡോങ്സു പറയുന്നു. കൊലയാളിയെ പിടിക്കണം, ഇതെല്ലാം തടയണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൊലയാളിയുടെ മുഖം മാത്രം തനിക്ക് അറിയാത്തത് കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. മുന്നേ കോട്ട് ട്രേസ് ചെയ്ത് വാഷ്റൂം വരെ ജിന്നിനെ പിന്തുടർന്ന് ഡോങ് പോയെങ്കിലും അപ്പോഴും ജിന്നിന്റെ മുഖം ഡോങ്സുവിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കേട്ട് യൂറി വല്ലാതെ ഷോക്കാവുന്നു. അവൾ കൊലയാളെ പിടിക്കാൻ ഡോങ്ങിന് പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ്. ആദ്യം തന്നെ അവൾ അവന്റെ ഐ പാച്ച് മാറ്റി അവനൊരു സൺഗ്ലാസ് കൊടുക്കുന്നു. കാരണം ഈ ഐ പാച്ച് മൂലം ഇവനെ റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമാണല്ലോ. അതിനുശേഷം ഇവർ പുറത്തേക്ക് സാധനങ്ങൾ വാങ്ങാനായി പോകുന്നു. ആ സമയം മുന്നേ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട പോലീസ് നടന്ന ആ ഒരു ഇരട്ട കൊലപാതകങ്ങളുടെ പ്രതിയെന്ന് സംശയിക്കുന്ന ഡോങ്സുവിന്റെ ലുക്കൌട്ട് നോട്ടീസുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇവർ കാണുന്നു. ഇതേ സമയം ഡോങ്സുവിന് വീണ്ടും കണ്ണിൽ വേദനയെടുത്ത് വിഷൻസ് വരികയാണ്. അതിൽ ജിൻ ഡോങ്ങിന്റെ ആ ഒരു പാട്ട് കേൾക്കുന്നതായി അവന് കാണാം. അപ്പോഴാണ് അവന് ഈ പാട്ട് അയാൾ കേൾക്കുമ്പോഴാണ് അയാളുടെ കാഴ്ചകൾ തനിക്ക് കാണാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ ജിൻ ഡോങ്ങിന്റെ ചിത്രം വരച്ച് തന്റെ വഴിയിൽ കുറുകെ നിന്നാൽ പണി തരുമെന്ന ഒരു താക്കീതും നൽകുന്നു. ഒപ്പം തന്നെ അയാളുടെ അടുത്ത ഇര 3 സ്കൂൾ വിദ്യാർത്ഥിനികളാണെന്ന ഒരു ക്ലൂവും ഡോങ്സുവിന് മനസ്സിലാകുന്നു. ഡോങ്സുവിന് ഇതെങ്ങനെയും തടയണം. പക്ഷെ എങ്ങനെ സാധിക്കും? ഒന്നാമതെ കൊലയാളിയുടെ മുഖമറിയില്ല. തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നു. എങ്ങനെ ഇതെല്ലാം മറികടന്ന് കൊലയാളിയെ പിടിക്കും? സത്യത്തിൽ ഡോങ്സു കേൾക്കുന്ന ആ പാട്ട് അവൻ തന്നെ കമ്പോസ് ചെയ്ത അവന്റെ പാട്ടാണ്. ഈ പാട്ടാണ് കഥയുടെ തുടക്കത്തിൽ ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുമ്പോൾ ഡോങ് മൂളിപ്പാട്ടായി പാടിയതും. ഒപ്പം തന്നെ ഇതാണ് അവൻ യൂട്യൂബിൽ ആ വീഡിയോ ആയി കണ്ടതും. എന്തായാലും അവൻ ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു സ്ട്രീറ്റ് സിംഗർ അവന്റെ ഇതേ പാട്ടിന്റെ കവർ സോങ് പാടുന്നത് കേട്ട് അവൻ അതിൽ ലയിച്ചു നിൽക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവന് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നു. അവൻ ഇപ്പോൾ വരുന്ന വിഷൻസിൽ ഇവനെ തന്നെയാണ് ഇവന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട് അവൻ അന്വേഷിക്കുന്ന കൊലയാളി ഈ പരിസരത്ത് എവിടെയോ ഇവനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇവനെ തന്നെ കാണാൻ സാധിക്കുന്നതെന്ന്. ചുറ്റിനും നോക്കുന്ന ഡോങ് കാറിൽ ജിന്നിനെ കാണുന്നു. ജിന്നിന് നേരെ ഡോങ് പാഞ്ഞെടുക്കാനായി ശ്രമിക്കുമ്പോഴേക്കും പോലീസുകാർ ഡോങ്ങിനെ പിടികൂടുകയാണ്. ഡോങ് രക്ഷപ്പെടാനും കൊലയാളിയെ കാട്ടിക്കൊടുക്കാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രമങ്ങളെല്ലാം വിഫലമാകുന്നു. പോലീസുകാർ ഡോങ്ങിനെ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഡിറ്റക്റ്റീവ് ചോയ്ക്ക് ഡോങ് നിരപരാധിയാണ് എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അവനെ പ്രൈവറ്റായി സംസാരിക്കാനായി റൂഫ് ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം ഡോങ് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. അതായത് ഇവൻ ശരീരത്തെ മുറിവുകളും ഒടിവുകളും പെട്ടെന്ന് തന്നെ സ്വയം ഹീലാകുന്ന പവറുള്ള ഒരു കണക്റ്റ് ആണെന്നും കൊലപാതകങ്ങൾ ചെയ്ത ആളെ തനിക്ക് അറിയാമെന്നും അയാളെ താൻ പിടിക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ്. കൂടാതെ താൻ ഒരു കണക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായി ചോയുടെ മുന്നിൽ വെച്ച് തന്റെ കൈ ഒടിച്ച് ഡോങ് അത് ഹീൽ ചെയ്ത് കാണിക്കുന്നു. ഡോങ്സു ഒറ്റയ്ക്ക് കൊലപാതകയെ നേരിടുന്നത് അപകടമാണെന്നെല്ലാം ചോയ് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അടുത്തതായി കൊലയാളിയുടെ ഇര ചില സ്കൂൾ കുട്ടികളായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അത് നടക്കുന്നതിൽ നിന്ന് അവന് തടയണമെന്ന് പറഞ്ഞ് ഡോങ് ചോയുടെ വാക്കുകൾ കേൾക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ചോയ് തടയാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഇതേ സമയം ജിൻ അവന് ഓപ്പറേഷൻ നടത്തിയ ആ സർജന്റെ ഹൈഡൌട്ടിലേക്ക് ചെല്ലുന്നു. അയാളോട് തനിക്ക് വെച്ച കണ്ണിന്റെ ഡീറ്റെയിൽസ് ജിൻ തിരക്കുകയാണ്. ആദ്യം അയാൾ അത് പറയാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും ഒടുക്കം ജിൻ ബലമായി അയാളെ കൊണ്ടത് പറയിപ്പിക്കുന്നു. അവയവക്കടത്ത് സംഘത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സർജന്റെ അടുത്തേക്ക് ഒരു ദിവസം ഒരു ചെറിയ സർജറി ചെയ്യാനായി ജിൻ എത്തുന്നു. ഈ സർജറിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് രഹസ്യമാക്കി
സൂക്ഷിച്ചാൽ കാശും ജിൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ജിന്നിനെ സർജറി ചെയ്ത് അവനെ റെസ്റ്റിൽ കിടത്തിയിരിക്കുന്ന സമയത്താണ് ഇങ്ങോട്ടേക്ക് ആ സംഘം ഡോങ്സുവിനെ കൊണ്ടുവന്നത്. തുടർന്ന് ഒരു കണക്റ്റ് ആണ് ഡോങ്സു എന്ന് മനസ്സിലാക്കിയ ഈ സർജൻ ജിൻ പോലും അറിയാതെ ജിന്നിന്റെ ഒരു കുഴപ്പവുമില്ലാത്ത കണ്ണ് ചൂടുന്നെടുത്ത് അതിന് പകരം പരീക്ഷിക്കാനായി ഡോങ്സുവിന്റെ കണ്ണ് വെച്ച് പിടിപ്പിച്ചു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജിൻ കലിയിളകി സർജനെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ പിന്നീട് ഈ സർജന്റെ അടുത്തേക്ക് എത്തുന്ന ആ അവയവകടത്ത് സംഘം അവിടെ സർജനെ കാണാതെ ഇയാൾ ഇത് എവിടെ പോയെന്ന് ചിന്തിച്ച് CCTV വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ജിൻ വന്ന കാര്യം മനസ്സിലാക്കുന്നു. തുടർന്ന് ജിന്നാണ് സർജനെ എന്തോ ചെയ്തതെന്ന് മനസ്സിലാക്കി അവർ ജിന്നിന് വേണ്ടിയും അന്വേഷണം നടത്തുന്നു. ഇതേ സമയം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെ ജിന്നിനെ തടയാമെന്നത് ചിന്തിക്കുകയാണ് ഡോങ്സു. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ യൂറിയെ കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ യൂറി ഡോങ്സുവിന്റെ നിർദ്ദേശപ്രകാരം ജിന്നിനെ പിന്തുടരുന്നു. ഇതേ സമയം ജിന്നിനെ ആ അവയവക്കടത്ത് സംഘം പിന്തുടരാനായി വിട്ട ഒരാളും കൂടി പിന്തുടരുന്നു എന്നവൾ മനസ്സിലാക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവളെ അയാൾ പിടിക്കുകയാണ്. അയാളിൽ നിന്ന് രക്ഷപ്പെടാനായി അവൾക്ക് അയാളെ കൊല്ലേണ്ടി വരുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ യൂട്യൂബിൽ ഡോങ്സു അപ്ലോഡ് ചെയ്ത അവന്റെ ആ ഒരു പാട്ടിന്റെ വീഡിയോയ്ക്ക് അവന്റെ ഫേവറേറ്റ് മ്യൂസീഷ്യനായ എക്സ് എന്ന ആൾ കമന്റ് ഇടുന്നു. ഒപ്പം തന്നെ അയാൾ ഇവന്റെ സോങ്ങിന്റെ കവർ സോങ്ങും ചെയ്യുന്നു. ഇവൻ ഇത് കണ്ട് വളരെ ഹാപ്പി ആയിരിക്കുമ്പോൾ കണ്ണിന് വേദന അനുഭവപ്പെടുകയാണ്. നോക്കുമ്പോൾ ജിൻ തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞ് ഡോങ്ങിനെ കാണിക്കാനായി ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ അതിൽ കാണുന്ന നമ്പറിലേക്ക് ഡോങ് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ജിന്നും ഡോങ്ങിനും സംസാരിക്കാൻ കഴിയുന്നു. എന്തിനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്ന് ഡോങ് ചോദിക്കുമ്പോൾ ഞാനൊരു ക്യാൻസർ രോഗിയാണ്, എനിക്കിനി അധികം നാളുകളില്ല, മരിക്കുന്നതിന് മുന്നേ എനിക്കൊന്ന് അർമാദിക്കണമെന്നാണ് ജിൻ പറയുന്നത്. എന്റെ കൊലപാതക പരമ്പര തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. ഇതേ സമയം ആ പിന്തുടർന്നെത്തിയ ആളുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നു. ഒപ്പം തന്നെ ജിന്നിന്റെ ചില സംശയാസ്പദമായ CCTV വിഷ്വൽസും പോലീസുകാർക്ക് ലഭിക്കുകയാണ്. അപ്പോഴേക്കും ഒരു പാഴടഞ്ഞ കെട്ടിടത്തിൽ വെച്ച് ഡോങ്സുവും യൂറിയും കണ്ടുമുട്ടുന്നു. യൂറി അവളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കി കാണിക്കുന്നു. ആ മുറിവ് തന്നെ ഹീലാകുമ്പോൾ അവളും ഒരു കണക്ട് ആണെന്ന് മനസ്സിലാവുകയാണ്. തന്നെ പോലെയുള്ള ഒരാളാണ് ഇവളെന്ന് മനസ്സിലാക്കുന്ന ഡോങ്സുവും ഹാപ്പി ആകുന്നു. അങ്ങനെ രണ്ടുപേരും കൈകൾ കോർത്ത് കിസ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിൻ ഡോങ്ങിനെ പോലെ വേഷം കെട്ടി ഡോങ്ങിന്റെ ഫേവറേറ്റ് സിംഗറായ എക്സിന്റെ അടുത്തേക്ക് ചെന്ന് അയാളെ തട്ടിക്കൊണ്ടുവരുന്നതാണ്. കാരണം എക്സ് ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് ഡോങ്ങിന്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും തട്ടിക്കൊണ്ടുവന്ന ഈ ഫേമസ് ആയ സിംഗറിനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ് ജിൻ. അതിനുശേഷം ഈ വിഷ്വൽസ് ഡോങ്ങിന് കാട്ടിക്കൊടുക്കുന്നു. ഇയാളെ കൊല്ലണ്ടെങ്കിൽ പറയുന്ന സമയം പറയുന്ന സ്ഥലത്ത് വരണമെന്ന് ജിൻ ഡോങ്ങിനോട് ആവശ്യപ്പെടുന്നു. ഇതേ സമയം ഡോങ്ങും യൂറിയുമുള്ള ആ ഒരു ബിൽഡിങ്ങിന്റെ അവിടേക്ക് അവയവക്കടത്ത് സംഘം എത്തുന്നു. പക്ഷെ ഇവിടെ നിന്ന് തന്റെ ഫേവറേറ്റ് സിംഗറിനെ രക്ഷിക്കാനായി ഡോങ്ങിന് പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യാമെന്ന് പറയുന്നു. അവളെ ഒറ്റയ്ക്കാക്കി പോകാൻ താല്പര്യമില്ലെങ്കിലും ഡോങ് പോകുന്നു. അങ്ങനെ ആ ഒരു സംഘത്തിന്റെ മുന്നിൽ പെടുന്ന ലിസ അവരുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഇവളെ പിടിക്കുന്നു. ഇവളെ കൊണ്ടുപോയി ഡോങ്സുവിനെ പറ്റി ഓരോന്നും ചോദിക്കുന്നുണ്ടെങ്കിലും ഇവളെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. ദേഷ്യം വന്ന അവർ ഇവളെ ആക്രമിച്ച് ശരീരത്ത് മുറിവേൽപ്പിക്കുമ്പോഴാണ് ഇവളും ഒരു കണക്ട് ആണെന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കുന്ന അവർക്ക് ലോട്ടറി അടിച്ച ഫീല്. കാരണം ഇവളെ വിറ്റ് ഒരുപാട് കാശുണ്ടാക്കാമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും അവരുടെ പിടിയിൽ നിന്ന് അതിവിദഗ്ധമായി യൂറി രക്ഷപ്പെട്ടു പോകുന്നു. ഇതേ സമയം സിംഗർ എക്സിനെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു CCTV ഫൂട്ടേജിൽ ഡോങ്സുവിനെ പോലെ വേഷം കെട്ടി നിൽക്കുന്ന ജിന്നിനെ ഡിറ്റക്റ്റീവ് ചോയ് തിരിച്ചറിയുന്നു. ഡോങ്സുവിന്റെ തലയിൽ ഇത് കെട്ടിവെക്കാനായിട്ടാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോയ്ക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ജിന്നിന് വേണ്ടി ഇവർ അന്വേഷണം ആരംഭിക്കുന്നു. ഇതേ സമയം ജിൻ കാണാനായി എത്താൻ പറഞ്ഞ സ്ഥലത്ത് ഡോങ്സു എത്തുന്നു. അവിടേക്ക് എത്തുന്ന ജിൻ പ്രൊട്ടക്റ്റീവ് സ്യൂട്ടും മാസ്കും ധരിച്ച് ഒരു വിഷപ്പുക ഡോങ്സുവിന് നേരെ അടുപ്പിക്കുകയാണ്. അങ്ങനെ അതേറ്റ് ഡോങ്സു വീക്കായി വീഴുന്നു. പിന്നീട് അവനും ബോധം തെളിയുമ്പോൾ അവൻ കൈയും കാലുകളുമെല്ലാം കെട്ടിയിട്ട നിലയിൽ കാറിലാണുള്ളത്. ആ കാർ ഓടിക്കുന്ന ജിൻ അവന് കൊല്ലുമ്പോൾ കിട്ടുന്ന ആനന്ദത്തെ പറ്റിയെല്ലാം വാചാലനാകുന്നു. ഡോങ് രക്ഷപ്പെടാനും കെട്ടുമാറ്റാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീക്കായി അവന് അതിന് സാധിക്കുന്നില്ല. ഇതേ ടീം യൂറി ഒരു സർക്കസ് കൂടാരത്തിന്റെ അവിടെയുള്ള ഒരു വലിയ ജയന്റിനെ കാണാനായി എത്തുന്നു. അയാളാണെങ്കിൽ ഇവരെ പോലെയുള്ള ഒരു കണക്ട് ആണ്. പക്ഷെ രൂപമൊക്കെ അല്പം വ്യത്യസ്തമായിട്ടുണ്ട്. സംസാരിക്കുന്നതും മറ്റെന്തോ ഒരു ഭാഷ പോലെയുണ്ട്. യൂറി അയാളുടെ അടുത്തെത്തി സമയമായി എന്ന് പറയുന്നു. ഇതേ ടീം മയങ്ങിപ്പോയ ഡോങ്സു കണ്ണു തുറക്കുമ്പോൾ ജിന്നിന്റെ സങ്കേതത്തിലായിരുന്നു അവനുണ്ടായിരുന്നത്. അവിടെ അവൻ ആ സർജന്റെ മൃതദേഹം കാണുന്നു. ഈ സർജനെയും ഒരു പ്രതിമയാക്കി താൻ മാറ്റാൻ പോവുകയാണെന്ന് ജിൻ പറയുന്നു. കൂടാതെ അവിടെ അവശ്യ നിലയിൽ സിംഗർ എക്സും ഉണ്ട്. ജിൻ അവന്റെ ക്യാൻസർ മൂലം മരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കണക്ട് ആയ ഡോങ്സുവിന്റെ തല വെട്ടിമാറ്റി അവിടെ അവന്റെ തല സ്ഥാപിച്ച് ഇമ്മോർട്ടൽ ആകാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിനായി ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഡോങ്സുവിന്റെ ഒരു വിരൽ വെട്ടിമാറ്റി അവിടെ വെട്ടിമാറ്റിയ സിംഗർ എക്സിന്റെ വിരൽ വെക്കുമ്പോൾ അത് കണക്ട് ആവുന്നു. പഴയ രീതിയിലേക്ക് ആ വിരൽ മാറുന്നത് കണ്ട് ജിൻ ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഡോങ്സുവിനെയും എക്സിനെയും ഒരു ഫ്രീസർ റൂമിലാക്കുന്നു. അവിടെ വെച്ച് തന്റെ ഫേവറേറ്റ്
സിംഗറിന്റെ അവസ്ഥ കണ്ട് ഡോങ്സു ആകെ സങ്കടപ്പെടുകയാണ്. ഒപ്പം തന്നെ ഇതുമായി യാതൊരു രീതിയിലും ബന്ധമില്ലാത്ത എക്സ് തന്നെ ഇവിടെ കൊണ്ടെത്തിക്കാനായിട്ടാണല്ലോ ജിൻ ഈ പരുവത്തിലേക്ക് ആക്കിയെടുത്തത് എന്ന കാര്യം അവനെ വല്ലാതെ സങ്കടത്തിലാക്കുന്നു. എക്സ് ആ സമയം ഇവന്റെ കൺമുന്നിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുമ്പോൾ ഇവനെ അത് വല്ലാതെ കലി പിടിപ്പിക്കുന്നു. ദേഷ്യം വരുന്ന ഡോങ്സു അവൻ കെട്ടുകൾ പൊട്ടിച്ച് ജിന്നിനെ തിരക്കുന്നു. ഈ സമയം അവിടേക്ക് യൂറി ആ ജയന്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു. യൂറിയെ കാണുന്ന ജിൻ അവളുമായി ഫൈറ്റ് ചെയ്ത് അവളും ഒരു കണക്ട് ആണെന്ന് മനസ്സിലാക്കുന്നു. ഇതേ ടീം ഇവിടേക്ക് ഡിറ്റക്റ്റീവ് ചോയും എത്തുന്നു. പോലീസിനെ കാണുന്ന ഈ ജയൻ അവരെ ആക്രമിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ആ ടീം ചോയ് രക്ഷപ്പെടാനായി അയാൾക്ക് നേരെ വെടിയുതിർക്കുന്നു. പക്ഷേ ശരീരത്തേറ്റ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങുമ്പോഴാണ് ഈ ജയന്റും ഒരു കണക്ട് ആണെന്ന് ഡിറ്റക്റ്റീവ് ചോയ്ക്ക് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും യൂറി ഡോങ്സുവിനെ കാണുകയും എത്രയും പെട്ടെന്ന് ജിന്നിന്റെ കഥ കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ജിന്നും ഡോങ്സുവും തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. ഡോങ്സുവിന് നേരെ തുര ജിൻ വെടിവെക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഹീലാകുന്ന ഡോങ്സു ജിന്നിന്റെ ശരീരത്തിൽ നിന്ന് തന്റെ കണ്ണ് തിരിച്ച് പിഴുതെടുത്ത് വെക്കുകയാണ്. വേദനയെടുത്ത് ജിൻ പെടയുന്ന സമയം അവന്റെ കഥ കഴിക്കാനായി അവന് നേരെ ഡോങ്സു വാളോങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഡിറ്റക്റ്റീവ് ചോയ് എത്തുന്നത്. ഇവനെ കൊല്ലരുത്, അവൻ ചെയ്ത തെറ്റുകൾക്ക് നിയമപരമായി തന്നെ ശിക്ഷ നേടിക്കൊടുക്കാം, പകരമായി കണക്റ്റുകളെ നിയമ സംവിധാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായി താൻ സഹായിക്കാമെന്ന് ഡിറ്റക്റ്റീവ് ചോയ് ഡോങ്സുവിനോട് പറയുന്നു. അപ്പോൾ തന്നെ അവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ഉടനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി ഡോങ്സുവും യൂറിയും വെളിയിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ അവരുടെ മുന്നിലേക്ക് കുറച്ച് ഹെലികോപ്റ്ററുകൾ വന്നു നിൽക്കുന്നു. ആരാണ് ഈ ഹെലികോപ്റ്ററിൽ വന്നത്? വന്നവർ കണക്റ്റുകളെ അന്വേഷിച്ച് വന്നവരാണെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? അവർ ശത്രുവാണോ മിത്രമാണോ എന്നതെല്ലാം ഒരു ചോദ്യചിഹ്നമായി അവശേഷിപ്പിച്ച് സീസൺ 2 നമ്മുടെ കാത്തിരിപ്പ് ഇവിടെ ആരംഭിക്കുകയാണ്. സീസൺ 1 കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ കഥ കാണാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ മനോഹരമായ രസകരമായ കഥകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.